സിറ്റുവേഷനിൽ മിഡ് ക്യാപ്പാണ് ഏറ്റവും ലോവസ്റ്റ് ആയിട്ട് പെർഫോം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് കണ്ടെത്തേണ്ട ഒരു ഇൻഫറൻസ്, ഇത് ഫുള്ളി പ്രൂവൺ ഒന്നുമല്ല, ബട്ട് ഏറ്റവും കൂടുതൽ റെസിലിയൻ്റ് ആയിട്ടുള്ള സ്റ്റോക്സ് ലാർജ് ക്യാപ്പാണ്. എന്തുകൊണ്ടാണ് അവയെ റെസിലിയൻ്റ് ആക്കുന്നത്? ഇത്രയും സ്റ്റോക്കിന് ചാഞ്ചാട്ടമുള്ള സമയങ്ങളിൽ ഏറ്റവും കൂടുതൽ റെസിലിയൻ്റ് ആക്കി നിൽക്കുന്ന ലാർജ് ക്യാപ്പാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവരുടെ കൊളാറ്ററൽ സെക്യൂരിറ്റീസ് കൂടുതലാണ്, അവരുടെ ടാഞ്ചിബിൾ അസറ്റ്സ്, അതായത് കാണാൻ കഴിയുന്ന അസറ്റ്സ് അവർക്ക് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഫൈനാൻസിങ് കേപ്പബിലിറ്റി, ഒരു സിറ്റുവേഷൻ ഫൈനാൻസിങ് കേപ്പബിലിറ്റിയും ലോങ്കവിറ്റിയും ദീർഘകാലം നിലനിൽക്കാനുള്ള സാധ്യതകളും കൂടുതലാണ്. അതുകൊണ്ടാണ് ലാർജ് ക്യാപ്പ് വളരെ റെസിലിയൻ്റ് ആയി നിൽക്കുന്നത്. അതുമാത്രമല്ല അവരുടെ റിസർവ്സ് ആൻഡ് സർപ്ലസ്, അവരുടെ കയ്യിലുള്ള കരുതൽ ധനവും കൂടുതലാണ്. അതേസമയം മിഡ് ക്യാപ്പിനും ഈ ഘട്ടങ്ങളിൽ ഫൈനാൻസിങ്ങിനുള്ള പ്രശ്നം അനുഭവപ്പെടുകയും അതേ രീതിയിൽ ഈ ചാഞ്ചാട്ടങ്ങളെ താങ്ങാൻ പറ്റാതാവുകയും അവർ താഴോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അത് ഇക്കണോമിക്